ക്രിസ്തുമസ് ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും ഡിസംബർ 25-ന് അവരുടെ ക്രിസ്തു യേശുവിൻ്റെ ജന്മദിനമായ ഡിസംബർ 25-ന് അവർ ആഘോഷിക്കുന്നു. പലരും യേശുവിനെ കാണുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ് എങ്കിൽ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ആളുകൾ അതുതന്നെയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്തായിരുന്നാലും ഒരു ദൈവത്തിൻ്റെ പുത്രനായ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് ഒട്ടും മതപരമായ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ഇത്തരം ആഘോഷവേളകളിൽ മുസ്ലിങ്ങൾ അതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നുള്ളത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. ക്രിസ്തുമസിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസപരമായ അടിസ്ഥാന വിശ്വാസമായ ദൈവത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുമുള്ള വിശ്വസിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ ക്രിസ്തുമസ് ആഘോഷത്തിലൂടെ കടന്നു വരുന്നത്. ദൈവത്തിനൊരു പുത്രനുണ്ടായി, അള്ളാഹുവിനൊരു സന്താനം ജനിച്ചു. അതിൻ്റെ ആഘോഷമായി എല്ലാ വർഷങ്ങളിലും ആരാധനകൾ നടത്തുക, അതുപോലെ തന്നെ ക്രിസ്തുമസ് അപ്പൂപ്പനെയും ക്രിസ്മസ് ട്രീയും ഉണ്ടാക്കി ആരാധനകളും പ്രാർത്ഥനകളും നടത്തുക, അതിനോട് അനുബന്ധിച്ച് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലും ആഘോഷങ്ങളിലും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലക്ക് തൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് പങ്കാളികളാവുകയോ അതുപോലെ തന്നെ അതിനെ ആശീർവദിക്കുകയോ ചെയ്യുന്നത് വളരെയധികം സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുവിന് സന്താനങ്ങളുണ്ടായി എന്ന വാദം ആകാശഭൂമികൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുവാനും പ്രപഞ്ചത്തിലെ പർവ്വതങ്ങൾ പൊട്ടിത്തകരുവാൻ മാത്രവും ഗുരുതരമായ പാപമാണ് ക്രിസ്ത്യാനികൾ ചെയ്തത് എന്നുള്ളതാണ്. ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അഭിലഷണീയമല്ല. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മുസ്ലിമിൻ തൻ്റെ ആദർശത്തെ സംരക്ഷിക്കുകയും തൻ്റെ വിശ്വാസത്തെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഒരിക്കലും തൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നമ്മൾ മതത്തിൻ്റെയോ അതല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെയോ അതല്ലെങ്കിൽ ദേശത്തിൻ്റെയോ പേരിൽ അതിനോട് കൂറ് കാണിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ പാടില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റേതാണെങ്കിലും മറ്റേതെങ്കിലും പ്രവാചകൻ്റേതാണെങ്കിലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും പുണ്യാത്മാക്കളുടേതാണെങ്കിലും ജന്മദിനത്തെ ആഘോഷിക്കുകയോ ചരമദിനത്തെ ആഘോഷിക്കുകയോ എന്നുള്ളതിൽ ഒരു ഒട്ടും തന്നെ പ്രസക്തിയില്ല എന്ന് നാം മനസ്സിലാക്കണം. മറിച്ച് ആ മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മഹത്തായ മാതൃകയെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ചുമതല. യേശു പഠിപ്പിച്ച മഹത്തായ ഏകദൈവ വിശ്വാസത്തെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ജീവിതത്തെ ധന്യമാക്കുക എന്നുള്ളതാണ് ഓരോ മുസൽമാന്റെയും സർവ്വ മനുഷ്യരുടെയും ബാധ്യത. ആ യേശു എങ്ങനെയാണ് ജീവിച്ചത് എന്നും താൻ ദൈവത്തെ മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു എന്നും പ്രവാചകൻ അന്തിമ പ്രവാചകനിലൂടെ ഈ ലോകത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണമായ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ജീവിതം നയിക്കുവാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.